ഒരുപാട് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ തകർക്കുമ്പോൾ ഒരു കിരീടം കൊടുത്താലൊന്നും അവരുടെ മനസ്സ് മാറുന്ന തെറ്റിദ്ധരിക്കരുത്. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. കരുവന്നൂർ കേസിൽ ഇ ഡി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, നിയമവിരുദ്ധമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന തരത്തിലാണ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. അതൊരു ബാങ്കിൻ്റെ മുൻ സെക്രട്ടറിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ഗൗരവമുള്ളതാണ്. മുൻ സെക്രട്ടറി പറഞ്ഞതും വളരെ ഗൗരവമുള്ള കാര്യം. പക്ഷേ ഇ ഡി എവിടം വരെ പോകുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. ഇ ഡി ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ചെയ്യുന്ന ഒരു നടപടി കേരളത്തിൽ ഇതുവരെ കാണുന്നില്ല. കേരളത്തിൽ ഇഴഞ്ഞു പോവുകയാണ്. കരുവണ്ണൂർ കയറിയിട്ട് എന്ന കാലം കുറേയായി. അപ്പോൾ ഈ കൊടുത്ത മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുമോ, തുടർ നടപടികളിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഞങ്ങളിപ്പോഴും സംശയാലുക്കളാണ്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ BJP ഇതര സംസ്ഥാനങ്ങളിൽ അവിടെ ഉള്ള മന്ത്രിമാരെ ഉൾപ്പെടെ അകത്താക്കാൻ നോക്കുന്ന ഇ ഡി, അതായത് BJP വിരുദ്ധരെ അകത്താക്കാൻ നോക്കുന്ന ഇ ഡി ഇവിടെ BJPക്ക് വേണ്ടി ഒരു അന്തർധാരയ്ക്കാണോ ശ്രമിക്കുന്നതെന്നുള്ള വിശ്വാസം അത് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികളൊക്കെ ഞങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇ ഡിയുടെ പ്രവർത്തനങ്ങളോടൊന്നും ഞങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ ഞങ്ങൾക്ക് ഒട്ടും യോജിപ്പില്ല. ഇവിടെ പക്ഷേ അന്തർധാരയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനോട് അതിനേറെ വിയോജിപ്പുണ്ട്. ഏതായാലും കാര്യങ്ങൾ കാത്തിരുന്ന് കാണാം. ഇ ഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ പി രാജീവ് നിഷേധിച്ചിട്ടുണ്ട്. അതുണ്ട്. അത് പിന്നെ ആരും ഞാൻ തെറ്റിയതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് അന്വേഷിക്കട്ടെ. പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമാണ്. പാർട്ടി ഒരു ബാങ്ക് പൂർണ്ണമായിട്ടും അവരുടെ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതായത് ഒരുപാട് സാധാരണക്കാരൻ്റെ നിക്ഷേപമുള്ള ഒരു സഹകരണ പ്രസ്ഥാനത്തിന് സ്വന്തം പാർട്ടിയുടെ നേട്ടത്തിന് വേണ്ടി അവർ ദുരുപയോഗം ചെയ്തത് കേന്ദ്രത്തിലൊരു സഹകരണ വകുപ്പുണ്ടാക്കി സംസ്ഥാനങ്ങളിൽ നിയന്ത്രണത്തിന് ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഒരു വടി കൊടുക്കുകയാണ് അടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞങ്ങളൊക്കെ അതിനെതിരാണ്. കേന്ദ്രം ഈ സഹകരണ വകുപ്പ് രൂപീകരിക്കുന്നതിന് ഒക്കെ ഞങ്ങളെതിരാണ്. കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മഹാഭൂരിപക്ഷവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഘങ്ങളുടെ കുഴപ്പം കാരണം സഹകരണ രംഗത്തിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയെ ഞങ്ങൾ ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല. പക്ഷേ ഇന്ന് കേന്ദ്രത്തിന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. കണ്ടില്ലേ, കരുവണ്ണൂർ ബാങ്കിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ കണ്ടില്ലേ എന്ന് പറയാൻ അവസരം ഉണ്ടാക്കുന്നത് നമ്മുടെ തന്നെ സഹകരണ രംഗത്തിനെ കുളം തോണ്ടാൻ നമ്മൾ സഹായിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഞാൻ ഈ ബാങ്കിലെ ഏറ്റവും വലിയൊരു ദോഷമായിട്ട് കാണുന്നത്. ഒന്ന്, നിക്ഷേപകരെ വഞ്ചിക്കുക. ഒരുപാട് ആളുകൾ സാധാരണക്കാരെ ആശ്രയിക്കുന്ന മേഖലയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഈ പ്രസ്ഥാനത്തിന് തന്നെ ക്ഷീണമാണ്. രണ്ടാമത്, സഹകരണ പ്രസ്ഥാനത്തിനെ പൂർണ്ണമായിട്ടും കേന്ദ്രാധിപത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഒരു ന്യായീകരണം ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ രണ്ടിനെയാണ് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. അതുകൊണ്ട് ഇത് അപകടം പിടിച്ചൊരു കളിയാണ് കരുവണ്ണൂരിൽ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇ ഡിയുടെ അന്വേഷണം ഏതുവരെ പോകുന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കിപ്പോഴും സംശയമുണ്ട്. മോദി വീണ്ടും കേരളത്തിലെത്തുന്നു. തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. അതിനുള്ള ഒരുപാട് നാടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ അയോധ്യ വിഷയം അവർ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ തന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേരളത്തിലും കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേരളത്തിൽ ചിലവാവില്ല. ഒരുപാട് ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മണിപ്പൂരിൽ തകർക്കുമ്പോൾ ഒരു കിരീടം കൊടുത്താലൊന്നും അവരുടെ മനസ്സ് മാറുന്ന തെറ്റിദ്ധരിക്കരുത്. പിന്നെ വിശ്വാസം അവരുടെ വിശ്വാസമാണ്. അതിന് പബ്ലിസിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആർക്കും എവിടെയും ചെല്ലാം. ഏത് ആരാധനാലയങ്ങളാണോ വിശ്വാസം അവിടെ ചെല്ലാം, പ്രാർത്ഥിക്കാം. അതൊക്കെ നമുക്കതിൻ്റെ അവകാശമുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വിനിയോഗിക്കരുത്. ഈ കിരീടത്തിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, അതൊരു ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, കിരീടം കൊടുക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അങ്ങനെ അവരവർക്ക് കഴിവുണ്ടെങ്കിൽ കിരീടം കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ
അതിന് ഇത്ര പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ആരാധന നടത്തുമ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ചിട്ടാണോ പോവുക? അല്ലല്ലോ. ഞാൻ എൻ്റെ വിശ്വാസം അനുസരിച്ച് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മളാൽ കഴിയുന്ന രീതിയിൽ വഴിപാട് കൊടുക്കാറുണ്ട്. അത് എൻ്റെ വിശ്വാസമാണ്. അത് ഞാൻ ലോകത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വിശ്വാസിയാണെന്നുള്ള കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അതിനെനിക്ക് ആരും സർട്ടിഫിക്കറ്റും വേണ്ട. അത് എല്ലാവർക്കും ബാധകമാണ്. ഇപ്പം ഞാനും എല്ലാ ആരാധനാലയങ്ങളിലും ജാതി മതം നോക്കാതെ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണിക്കയിടാറുണ്ട്. നിങ്ങളാരും വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ കാണിക്കയിടുന്നത്. അതിൻ്റെ അർത്ഥം വേറെ, അത് ഭക്തിയല്ല, അത് വിഭക്തിയാണ്. ഇപ്പം ഞാൻ ഭക്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആർക്കും എവിടെയും സന്ദർശിക്കാൻ തെറ്റില്ല, പക്ഷേ അതിനെ വോട്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഒരു ഇമ്പാക്റ്റും ഇല്ല. അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. അത്രയും. അല്ല, അതിലിപ്പോൾ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ചില സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾ വിധിയല്ല. അപ്പോൾ ചില സംശയങ്ങൾ കോടതി ചോദിച്ചു, അതിന് മറുപടിയും കൊടുക്കും. ഫൈനൽ വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഏതായാലും വെറും പത്രപ്രസ്താവനയല്ല, ആക്ഷനിലേക്ക് പോകുന്നു എന്ന് തീരുമാനമായല്ലോ. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിനെ കുറിച്ച് അങ്ങനെ രാഷ്ട്രീയം പറയില്ല. വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, പത്രസമ്മേളനം മാത്രമാണ് എന്ന് പറയില്ലല്ലോ. അല്ല, അത് കോടതിയുടെ തീരുമാനം വരട്ടെ. ഞങ്ങൾക്ക് ചില സംശയങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇനിയും പല കേസുകളും ഞങ്ങൾ സമീപിക്കും. അതിൽ കോടതിയാണ് ഫൈനൽ ആയിട്ട് മറുപടി പറയേണ്ടത്. അപ്പോൾ അത് പറയട്ടെ, അതനുസരിച്ച് നമുക്ക് നോക്കാം. കോടതിയുടെ റിപ്പോർട്ട് കിട്ടാതെ സമീപിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ തള്ളിയിട്ടില്ല. ഫയൽ സ്വീകരിക്കുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരു കടലാസുമായിട്ട് പോയാൽ ജഡ്ജിമാർ ഓൺ ദ സ്പോട്ടിൽ തള്ളും. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ഏതാ? അല്ല, പേപ്പറൊക്കെ ഉണ്ട്. 2019 എന്തിനാണ് ഇപ്പോൾ നേരത്തെ വരേണ്ടതല്ലേ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനുള്ള മറുപടിയും കൂടെ കൊടുക്കുമ്പോൾ സംഭവം ശരിയാവും. ഈ മോദി വരുന്നു, അപ്പം അങ്ങനെ സുരേഷ് ഗോപി ഇന്നലെ കിരീടം കൊടുക്കുന്നു, അതെല്ലാം വെച്ച് നോക്കുമ്പം തൃശ്ശൂരിലെ ക്രൈസ്തവ വോട്ടുകൾക്ക് ഏതെങ്കിലും ഇതിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവാനുള്ള ഒരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല. തൃശ്ശൂരത്തെ ക്രൈസ്തവ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്നും ലഭിച്ചിട്ടുള്ള വോട്ടാണ്. അത് ഇത്തവണയും ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, ചുമരെഴുതേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല, അത് പിന്നെ അത് ശരിയല്ല. സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാതെ ആരും ചുമരെഴുതാൻ പാടില്ല. അതെനിക്കും ബാധകം. അതേസമയത്ത് പ്രതാപൻ പറഞ്ഞത് ചിഹ്നമൊക്കെ വരച്ചോളാൻ പറഞ്ഞു. ചിഹ്നം ഇപ്പോൾ വരയ്ക്കാൻ പാടില്ല, കാരണം മുന്നണിയിൽ തീരുമാനമായിട്ടില്ല. അത് ഈ മാസം ജനുവരി 30 കൂടിയിട്ടേ തീരുമാനമാവുള്ളൂ. ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് എഴുതാം, അത് ധൈര്യമായിട്ട് എഴുതാം. ചിഹ്നം വരയ്ക്കുന്നതും പേരെഴുതുന്നതും, ചിഹ്നം വരയ്ക്കണമെങ്കിൽ UDFൻ്റെ തീരുമാനം വരണം. നടപടി തെറ്റാണോ? അത് ശരിയല്ല. ആരും നേരത്തെ തന്നെ പേരും ചിഹ്നവും, ഇപ്പോൾ ചിഹ്നം വരയ്ക്കാം 30 കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഇന്ന സീറ്റ് കോൺഗ്രസ്സിനാണ്, അപ്പോൾ ധൈര്യമായിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം വരയ്ക്കാം. പക്ഷേ ഹൈക്കമാൻഡ് പേര് പ്രഖ്യാപിച്ചാലേ പേരെഴുതാൻ കഴിയും. അപ്പോൾ അതിന് ചില നോംസൊക്കെ ഉണ്ട്. അത് ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ UDF ബുക്കിടുന്ന് എഴുതുക, എന്നാൽ പിന്നെ ഒരു വിവാദം ഉണ്ടാവില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.